മിസ്റ്റർ മൊട്ടെ, അതായത് താങ്കൾക്ക് വാർത്തയില്ലെങ്കിൽ വല്ല വാർക്കപ്പണിക്കും പോകണം, അല്ലാതെ വാർത്ത ഇരുന്ന് ഉണ്ടാക്കരുത്. കൊല്ലം കടവൂരിൽ പാകിസ്ഥാൻ്റെ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീലിൻ്റെ പതാക RSSൻ്റെ ഗുണ്ടകൾ അവിടെ കെട്ടിയിരിക്കുന്ന ആളുകളെ കൊണ്ട് അഴിപ്പിക്കുന്നു. ഇതാണ് അണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത, അല്ലെങ്കിൽ അണ്ണൻ അവതരിപ്പിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സോദരേ, നിങ്ങൾ ഈ വാർത്ത കാണുക, ഒന്ന് ചിരിക്കുക എന്നാണ് അണ്ണൻ പറയുന്നത്. ഞങ്ങൾ രാവിലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഞങ്ങൾ ഉപദേശക സമിതിയോ RSSകാരോ അവരാരും പറഞ്ഞിട്ട് ചെയ്തതല്ല. ഞങ്ങളിത് പോലീസുകാരെ ഒന്ന് അഴിക്കാൻ പറഞ്ഞ് അതാണ് അവർ ആ മീഡിയക്കാരോട് പറഞ്ഞത്. ഇത് ഞങ്ങൾ അറിയാത്ത കാര്യമാണ് ഇപ്പൊ അടിച്ച് ഇറക്കിയേക്കുന്നത്. നമ്മള് ആ പോലീസുകാർ വന്ന് നമ്മളെ കൊണ്ട് കൊടിയടിപ്പിച്ച കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ വീഡിയോയിലൂടെ. അവരത് വളച്ചൊടിച്ച് അത് പാർട്ടിക്കാരായിട്ടുള്ള പ്രശ്നമാക്കി മാറ്റിയേക്കാം. എന്തായാലും അത് പോട്ടെ. ഇനി വാർത്തയിലെ ഹൈലൈറ്റിലോട്ട് വരാം. ഹൈലൈറ്റിലോട്ട് വരുമ്പോൾ ഇതാണ്ട് ഈ റിപ്പോർട്ട് വായിച്ചു നോക്ക്. ഈ റിപ്പോർട്ട് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് ഈ റിപ്പോർട്ട് മഞ്ഞരെ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ, ബാനറുകൾ, ഫ്ലക്സുകൾ എന്നിവ സ്ഥാപിച്ചു വരുന്നതായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയത് 3 ദിവസത്തിനകം നീക്കം ചെയ്യാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് സ്വന്തം ചിലവിൽ നീക്കം ചെയ്യുകയും ആയതിൻ്റെ വില വ്യക്തികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൻ്റെ സീല് വെച്ച് സെക്രട്ടറിയുടെ ഉത്തരവാണ് ഈ കാണിക്കുന്നത്. അത് 10/6/2026 വന്ന ഉത്തരവാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചന്തി പാള വെച്ച് കെട്ടേണ്ടി വരും. അടിച്ചും നിൻ്റെയൊക്കെ ഫ്ലക്സും വലിച്ചു കീറി നിന്നെയൊക്കെ വീട്ടിൽ പറഞ്ഞുവിടും എന്നാണ് ഈ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്?